ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സല ലേണിംഗ്. സോ മക്കളെ, കോൺസെപ്റ്റ് റിവിഷൻ സീരീസിൽ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ ഏതാണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? എന്താണ് ഒരു ഇക്വേഷൻ, എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് പഠിക്കുന്നുണ്ട് നമ്മൾ, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ട് സോൾവിങ് ഫൈൻഡിങ് പഠിക്കുന്നൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ ഓഫ് റൂട്ട്സ് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് അതിന് ബേസ്ഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, വേർഡ് പ്രോബ്ലം പഠിക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുക അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ചാപ്റ്റർ സെപ്പറേറ്റ് ലൈവുകൾ കാണാറുണ്ട്, ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ വേർഡ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റിൻ്റെ റിവിഷൻ മാത്രമാണ്. ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുവാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മിസ് എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് പറയുമ്പോൾ ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് കാണിച്ചു തരാം. അപ്പോഴേക്കും നിങ്ങൾ എന്താവും, പക്ക ആയിട്ട് മാറും. സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ബേസിക് കോൺസെപ്റ്റ് ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ചാപ്റ്ററിൽ പ്രോ ആയിട്ട് മാറുള്ളൂ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ടിങ് ഫ്രം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സോ ഈ ചാപ്റ്ററിന്റെ പേര് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണെങ്കിൽ പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പോളിനോമിയൽ നിന്നാണ്. തൊട്ട് മുന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പോളിനോമിയൽസിൽ പഠിക്കുന്നുണ്ട് എന്താണ് മക്കളെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കുന്നത്. ഒരു വാരിയബിളിൻ്റെ, അതായത് ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിക്കോട്ടെ, എന്ത് പോളിനോമിയൽ ആയിക്കോട്ടെ, അതിൽ എന്തായാലും വാരിയബിൾ കാണും അല്ലേ? ആ വാരിയബിളിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആയിട്ട് വരുമ്പോഴാണ് അതിനെന്ത് വിളിക്കുക, ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽ എന്ന് വിളിക്കുക. അത്തരത്തിൽ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഈ കാണുന്ന എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ചാപ്റ്ററിൽ. ax² + bx + c എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ അല്ലേ, ഇക്വേഷൻ അല്ല എക്സ്പ്രഷൻ. നമ്മൾ എന്താ വിളിക്കാറ് തന്നെ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കും. ഇതിൽ എയും ബിയും സിയും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. എക്സ് എന്താ മക്കളെ? വാരിയബിൾ എന്നറിയാം. ഒരു കാര്യം പ്രത്യേകം മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഈ ഒരു ഫോം എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, x² കോഎഫിഷ്യന്റ് ആയിട്ടുള്ള എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് പ്രത്യേകം പറയാറുണ്ട്. എന്തുകൊണ്ട് മാത്രമാണത്? എങ്ങാനും a 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 0 × x² എന്ന് പറയുമ്പം ഈ ടേം കംപ്ലീറ്റ്ലി മാഞ്ഞു പോവും. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? bx + c മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്ന പോളിനോമിയൽ എന്തായിട്ട് മാറും? അപ്പോൾ ലീനിയർ പോളിനോമിയൽ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. സോ അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും, ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ കാണുന്ന x² കോഎഫിഷ്യന്റ് ആയിട്ടുള്ള a എപ്പോഴും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന കാര്യമാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്രാഫ് എന്താണ് മക്കളെ? പരാബോളിക് ഷേപ്പ് ആയിരിക്കും. നിങ്ങൾ +1 വരും ക്ലാസ്സുകളിൽ പഠിക്കുന്ന അതേ ഷേപ്പ് തന്നെയാണ് ഗ്രാഫിനുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പേരൊന്നും അത്രത്തോളം പഠിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും മനസ്സിലാക്കുക, നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ax² + bx + c ആണ് സ്റ്റാൻഡേർഡ് ഫോം എങ്കിൽ, x² കോഎഫിഷ്യന്റ് അല്ലേ a എന്ന് പറയുന്നത്. ഈ കാണുന്ന എയുടെ വാല്യൂ, എയും ബിയും സിയും കോൺസ്റ്റൻസ് ആണ്, അറിയാലോ. അപ്പൊ എയുടെ വാല്യൂ 0നേക്കാൾ കൂടുതലാണെങ്കിൽ ഷേപ്പ് എങ്ങനെയാ വരിക? ഇതുപോലെയായിരിക്കും ഗ്രാഫിന്റെ ഷേപ്പ് വരിക. എയുടെ വാല്യൂ <0 ആണെങ്കിൽ എന്താണ് മക്കളെ? നെഗറ്റീവ് വാല്യൂ വരുമ്പോഴില്ലേ ഷേപ്പ് ഇതാ ഇങ്ങനെ. അപ്പം ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്പൺ അപ്വേർഡ്സും ഇതെന്താണ്? ഓപ്പൺ ഡൗൺവേർഡ്സുമാണ്. ഇത്തരം ഷേപ്പുകൾക്ക്, ഇത്തരം യു പോലെയുള്ള റാ പോലെയുള്ള ഷേപ്പുകൾക്ക് വിളിക്കുന്ന പേരാണ് പരാബോളിക് ഷേപ്പ് എന്ന് വിളിക്കും. നിങ്ങളത് +1 പഠിക്കുന്നുണ്ട്. പരാബോള എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക, ഇവിടെ ഇത് പരാബോള ഷേപ്പാന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മൾ ഇക്വേഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിന്റെ ഗ്രാഫിന്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യം. സോ പരാബോളിക് ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പരാബോള ഷേപ്പ് ആയിരിക്കും ക്വാഡ്രാറ്റിക്കിന്റെ കാര്യത്തിൽ വരുന്നുണ്ടാവാന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ വരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നോർമൽ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു ഈക്വൽ ടു സിമ്പിൾ കൊടുത്തിട്ട് അപ്പുറം 0 കൊടുക്കുമ്പോഴാണ് നോർമലി ഉള്ള ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറാറ്? നോർമലി ഒരു ഇക്വേഷൻ ഫോം ചെയ്യാറ് അല്ലേ? ഒരു എക്സ്പ്രഷൻ, ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ x+3 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴാണ് ഇതെന്തായിട്ട് മാറുന്നത്? ഇക്വേഷനായിട്ട് മാറുന്നത്. അതേപോലെ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ax² + bx + c എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ കാണുന്നുണ്ട്. അതിന് ഈക്വൽ ടു 0 കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറി എന്ന് വിളിക്കാം. പക്ഷെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ a എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും 0 ആവാൻ വേണ്ടി പാടില്ല. a എപ്പോഴും എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇത്രയും കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് വാരിയബിൾ എന്താ ഇവിടെ? എക്സ് ആണ്. ഒരു വാരിയബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ, എക്സ് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കണേ. പിന്നെ എയും ബിയും സിയും എന്താണ്? ദേ ആർ നോൺ ആസ് ദ കോഎഫിഷ്യൻസ് ഓഫ് ദ ഇക്വേഷൻ.
എ എന്താണ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്, ബി എന്താണ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, ആൻഡ് സിയും എന്താണ് മറ്റൊരു കോൺസ്റ്റന്റ് തന്നെയാണ് അല്ലേ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചൊരു ഫസ്റ്റ് എക്സാമ്പിൾ മാത്രം പറഞ്ഞുതരാം. ഞാൻ കോൺസെപ്റ്റ് മാത്രം പറയുകയാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കില്ലേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 1-2 എക്സാമ്പിൾസ് മാത്രം പറഞ്ഞിട്ട് വേഗത്തിൽ പോവാം കേട്ടോ. ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഓർ നോട്ട്. അതായത് ഈ കാണുന്നത് എന്തുവായിക്കോട്ടെ, ഇതെന്താണെന്ന് നോക്കിയാൽ മതി. നമ്മള് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് മാത്രം നോക്കുക. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ മക്കളെ, ആദ്യം എടുത്ത് എഴുതുക അല്ലെ. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 3. പറ്റുന്ന പോലെ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ഇത് ഏത് ഫോമിലാടാ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. എയുടെ സ്ഥാനത്ത് എക്സും ബിന്റെ സ്ഥാനത്ത് 1ഉം ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അതേപോലെ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് 2x പ്ലസ് 1 സ്ക്വയർ 1. ഈ 2 കൊണ്ട് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് വൃത്തിക്ക് എക്സ്പാൻഡ് ചെയ്ത് മാറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ 2x 2 ഇൻറ്റു മൈനസ് 3 മൈനസ് എക്സ് ഈക്വൽ ടു അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ആരെങ്കിലും വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ എക്സ് സ്ക്വയർ വന്നു, 1 ഇവിടെ ഉണ്ട്, മൈനസ് എക്സ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് 6 ആയിട്ട് മാറും, ഈക്വൽ ടു 0. സോ വി ക്യാൻ റൈറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 7 ഇസ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അല്ലേ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 7 എന്താണ്, 0 ആണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ? മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ ഉറപ്പാണ് എന്ത്, അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് പറയാം. നമ്മൾ QE എന്ത് ചെയ്യാറുണ്ട്, ഷോർട്ടായിട്ട് കാണിക്കാറുണ്ട് കേട്ടോ. ഇവിടെ നോക്കേണ്ട കാര്യം എന്താണ്, ഇപ്പൊ നിങ്ങൾ പറയും മിസ് ഇത് ഈ കാണുന്ന ഫോമും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ എന്ന് എൻ്റെ അടുത്ത് പറയും. നിങ്ങൾ നോക്കേണ്ടത് മക്കളെ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എ ആണ്, ഇവിടെ എന്താ 1 ആണ്. പക്ഷേ ഇവിടെ ബി എക്സ് എന്ന് പറയുന്ന ആളെ ഇവിടെ കാണുന്നില്ല. അത് പ്രശ്നമാണോ? നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെഫിനിഷൻ പ്രകാരം എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയാൽ മതി, ബാക്കി എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല അല്ലെ. എക്സ് സ്ക്വയറിന്റെ ടേം എന്തായാലും ഇവിടെ കിടക്കുന്നിടത്തോളം കാലം ഇത് എന്ത് തന്നെയാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ്. ഒരു ഡൗട്ടും വേണ്ട, ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ ഇത് നമുക്കിത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മക്കളെ, റൂട്ട്സ് ഓർ സൊല്യൂഷൻസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എ റിയൽ നമ്പർ ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിയൽ നമ്പർ ആണ്. ഇറ്റ് ഈസ് എ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എടാ റൂട്ട്സ് എന്ന് പറഞ്ഞാലും സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. രണ്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് സെയിം ആണ്. റൂട്ട്സ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാലും സോൾവ് ചെയ്യാൻ പറഞ്ഞാലും എല്ലാം എന്താണ്, നമുക്ക് സെയിം കാര്യമാണ് ആവശ്യമുള്ളത്. അപ്പൊ റിയൽ നമ്പർ ആൽഫ ആണെങ്കിൽ ഇറ്റ് ഈസ് എ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 വേർ a നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇഫ് a ആൽഫ സ്ക്വയർ പ്ലസ് b ആൽഫ പ്ലസ് c ഈസ് ഈക്വൽ ടു 0. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആൽഫ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ എപ്പോഴാണ് ആവുക, ആ കാണുന്ന വാരിയബിൾ ആയിട്ടുള്ള എക്സിന് പകരം ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ എന്താവണം, സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് പറയാൻ പറ്റും, നമുക്ക് ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷന് സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വാരിയബിളിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത്, അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക ആ കൊടുത്തിരിക്കുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും സൊല്യൂഷൻ. അപ്പം ഇവിടെ a ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് b ഇൻറ്റു ആൽഫ പ്ലസ് c ഈക്വൽ ടു 0 കിട്ടുവാണെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്നുള്ള കാര്യം. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ, മനസ്സിലാക്കണേ. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഫോർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x സ്ക്വയർ മൈനസ് എന്താണ് 5x മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 ഷോ ദാറ്റ് x ഈക്വൽ ടു 3 ഇസ് ഇറ്റ് സൊല്യൂഷൻ. x ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഷോ ദാറ്റ് അല്ലേ ക്വസ്റ്റ്യൻ, പ്രൂവ് ചെയ്ത് കാണിക്കണം. അവൻ നോക്കേണ്ട കാര്യം, ആ ഇക്വേഷനിലെ വാരിയബിൾ ആരാണ്, എക്സ് ആണ്. ആ എക്സിന് മക്കൾ എന്ത് ചെയ്യുക, ഗിവൺ ആയിട്ടുള്ള ഈ വാല്യൂ കൊടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈക്വൽ ടു 0 കിട്ടുവാണെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ 2 ഇൻറ്റു എക്സിന് പകരം 3 സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയറിന് പകരം 3 സ്ക്വയർ, 5 ഇൻറ്റു എക്സിന് പകരം 3 മൈനസ് 3 ഇങ്ങനെ വന്നു. അപ്പൊ 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 9 ആണ് 18, ഇത് മൈനസ് 15, ഇത് മൈനസ് 3. 18 മൈനസ് 15 പറയുമ്പോൾ 3 ആണ്, 3 മൈനസ് 3 0 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 3 കൊടുക്കുന്ന സമയത്ത് ഈ ഇക്വേഷൻ എനിക്ക് എന്ത് കിട്ടിയടാ, 0 കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയാം അല്ലേ. ഇതെന്താണ്, ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും നമുക്ക്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് മക്കളെ സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ആൽഫയും ബീറ്റയുമാണ്
ഈ ഒരു ഇക്വേഷന്റെ രണ്ട് റൂട്ട്സുകൾ ആൽഫയും ബീറ്റയുമാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് റൂട്ടുകൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഇക്വേഷന്റെ രണ്ട് റൂട്ട് നമുക്കറിയാം. അപ്പൊ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഏതോ ഒരു ഇക്വേഷന്റെ രണ്ട് റൂട്ടുകൾ ആൽഫയും ബീറ്റയും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഏതാ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെ? ആദ്യം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സം ഓഫ് റൂട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതായത് ആൽഫ പ്ലസ് ബീറ്റ. പിന്നെ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതായത് ആൽഫ ഇൻറ്റു ബീറ്റ. എന്നിട്ട് നിങ്ങൾക്ക് എഴുതിയാൽ മതി എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയടാ? നമ്മുടെ ഇക്വേഷൻ കിട്ടും. അപ്പൊ റൂട്ട്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി ഇക്വേഷനിലേക്ക് എഴുതാൻ പറ്റും. ആൽഫയും ബീറ്റയും റൂട്ട്സ് ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് റൂട്ട്സ്, ആൽഫ ഇൻറ്റു ബീറ്റ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ്. അത് ഇതുപോലെ മിസ് കൊടുത്ത പോലെ കൊടുത്താൽ സെറ്റാണ്, ഇക്വേഷൻ കിട്ടിക്കോളും. മനസ്സിലായല്ലോ? ഒറ്റ ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാൻ വേണമെങ്കിൽ എന്താണ്? എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ 2 + √3 ആൻഡ് 2 - √3 ആണ്. അതായത് ആൽഫ 2 + √3യും ബീറ്റ 2 - √3യും ആണെങ്കിൽ ഏതാണ് ഇക്വേഷൻ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക? ആൽഫ പ്ലസ് ബീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ 2 + √3 പ്ലസ് 2 - √3 വരും. പ്ലസ് √3യും മൈനസ് √3യും കട്ടായി പോവും. 2 × 2 4 എന്ന് കിട്ടി. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ പറയുമ്പോൾ എന്താണ്? 2 + √3 ഇൻറ്റു 2 - √3 ആണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ്. ഇവിടെ എക്ക് പകരം 2 ആയതുകൊണ്ട് 2 സ്ക്വയർ, ബിക്ക് പകരം √3 ആയതുകൊണ്ട് √3 സ്ക്വയർ. 2 സ്ക്വയർ 4ഉം √3 സ്ക്വയർ 3യും ആണെന്നറിയാം. 4 - 3 1 കിട്ടും. നമ്മുടെ ഫോം എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? 4 ആണ്. പ്ലസ് ആൽഫ ബീറ്റ എന്താണ്? 1 ആണ്, ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x + 1 = 0 ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സോൾവിങ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എന്താണ്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത് നമ്മുടെ എപ്പോഴും ഉള്ള ഫേവറേറ്റ് ആയിട്ടുള്ള സ്വന്തം ക്വാഡ്രാറ്റിക് ഫോർമുലയും നമ്മുടെ കയ്യിലുണ്ട്. സോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഒന്നാമത്തത് വരുന്നത് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x² + 3x - 10 = 0 ആർ. നമ്മൾ എങ്ങനെയാണ് റൂട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? മിസ് എന്താ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ x² + 3x - 10 = 0. നിങ്ങൾ 9th പഠിക്കുന്ന കാര്യമാണ്. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആരാണ്? 3 ആണ്. അപ്പോൾ സമ്മ് 3 എന്ന് എടുക്കുക. പ്രോഡക്റ്റ് എന്ന് പറയുമ്പം എന്താ എടുക്കേണ്ടത്? x² കോയഫിഷ്യൻ്റ് ആരാടാ? 1. ഈ കോൺസ്റ്റന്റ് എത്രയാടാ? -10. 1 × -10 എത്രയാ? -10. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ആണ് കൂട്ടിയാൽ 3ഉം ഗുണിച്ചാൽ -10ഉം കിട്ടുക? ഏതാ നമ്പേഴ്സ് വരിക? അത് ഫൈൻഡ് ഔട്ട് ചെയ്തേ. എനിക്കറിയാം, അത് 5ഉം -2ഉം ആണ്. 5 + -2 3 ആണ്. 5 × -2 -10 ആണ്. നമ്പേഴ്സ് കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മിഡിൽ ടേം ആയിട്ടുള്ള 3x എന്ത് ചെയ്യുന്നു? ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. സോ x² മിസ് കൊടുത്തു. 3xന് പകരം -2x കൊടുത്തു. ഈ 3x മാറ്റുവാണ്. -2x + 5x. ഈ നമ്പേഴ്സിൻ്റെ ഫോമിൽ 3x മാറ്റി എഴുതുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം 5x എഴുതി പിന്നെ -2x എഴുതാം, കുഴപ്പമില്ല. -2x എഴുതി 5x എഴുതാം, പിന്നെയും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. -10 അതുപോലെ കൊടുക്കുക, ഈക്വൽ ടു 0 കൊടുക്കുക. x² -2x ആരാ കോമണ്? എക്സ് കോമണ്. പുറമേക്ക് എടുക്കുമ്പം ഇവിടെ എക്സ്, ഇവിടെ -2. 5x -10 ആരാ കോമണ്? 5 കോമണ്. ഇവിടെ എക്സ് മാത്രം. -10 5 × -2 ആണ് -10. അപ്പോൾ പുറമേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. ആരാ കോമൺ ഇവിടെ? x -2 കോമൺ ആണ്, പുറമേക്ക് എടുക്കുക. അപ്പോൾ x -2 ഇൻറ്റു എന്ത് വരും ബാക്കി? എക്സും 5ഉം, x + 5 ബാക്കിയുണ്ട്, ഈക്വൽ ടു 0. ഇപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഒന്നുകിൽ x -2 0 ആണ്, അല്ലെങ്കിൽ x + 5 0 ആണ്. x -2 0 ആണെങ്കിൽ x 2, x + 5 0 ആണെങ്കിൽ x = -5. അപ്പോൾ 2 and -5 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ പറയും മിസ്സേ ട്രിക്ക് ഉണ്ടല്ലോ ചോദിക്കുന്നിടത്ത്. മക്കളെ MCQ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രിക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ മെത്തേഡ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം കോൺസെപ്റ്റ് റിവിഷനിൽ മിസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന നമ്പേഴ്സ് വരെ ചെയ്താൽ മതി. MCQ ആയതുകൊണ്ട് മാത്രം ട്രിക്ക് പറഞ്ഞു തരുവാണ് ഞാൻ. നിങ്ങൾ കണ്ടുപിടിക്കുന്ന നമ്പേഴ്സ് ഇല്ലേ, അതുവരെ മാത്രം ചെയ്യാം. ആ കിട്ടിയ നമ്പേഴ്സ് ഏതൊക്കെയാണോ? 5ഉം -2 അല്ലേ? ആ 5ന് പകരം നേരെ റിവേഴ്സ് ചെയ്യുക.
നമ്പേഴ്സ് ഏതൊക്കെ കിട്ടിയിരിക്കുന്നത് അതിന്റെ രണ്ടിന്റെയും സൈൻ റിവേഴ്സ് ചെയ്യുക. 5 എന്താക്കുക, -5 ആക്കുക, -2 എന്താക്കുക, +2 ആക്കുക. ഇതാണ് ട്രിക്ക്. ഇതുവരെ മക്കൾ ചെയ്യണം. ആ കിട്ടിയ നമ്പേഴ്സ് എന്ത് ചെയ്യുക, സൈൻ മാത്രം റിവേഴ്സ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇത് എന്തിന്റെ കേസിലാണ്, x² കോഎഫിഷ്യന്റ് 1 ആയിട്ടുള്ള കേസിൽ മാത്രമാണ് ഈ ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പഠിപ്പിച്ചതാണിതല്ലേ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മക്കളെ ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്. ഇതറിയാത്തവരായിട്ട് ആരും ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവില്ല, എനിക്കറിയാം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണെന്നറിയാം. സോ അത്തരം ഇക്വേഷൻസിൽ നമ്മൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോർമുലയാണ് വാരിയബിൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫോർമുല, അല്ലെങ്കിൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫോർമുലയാണ് -b ± √b² - 4ac/2a ആണ്. ഇതാണ് മക്കളെ നമ്മുടെ ഇക്വേഷൻ എങ്കിൽ എന്താണ് സൊല്യൂഷൻ പറയുമ്പോൾ -b ± √b² - 4ac/2a ആണ്. ഹോൾ ഡിവൈഡ് ബൈ 2a ആണ്, മറക്കരുത്. അതേപോലെ റൂട്ടിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്, b² - 4ac ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്, ക്യാപിറ്റൽ D വെച്ചിട്ട് കാണിക്കും. മനസ്സിലായില്ലേ? മനസ്സിലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ഡിസ്ക്രിമിനന്റ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ is 16. അതായത് ഒരു ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് b² - 4ac 16 ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ഇക്വേഷനിൽ x² കോഎഫിഷ്യന്റ് ആണ് a, അത് 3 ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് b, അത് -2 ആണ്. സിക്ക് പകരം c തന്നെയാണ്, അവിടെ കൊടുത്താൽ പോരെ. സോ b² - 4ac കൊടുക്കുമ്പം ബിക്ക് പകരം -2² -4 ഇൻറ്റു എക്ക് പകരം 3, സിക്ക് പകരം c 16. -2² 4 -12c = 16. 16 മക്കൾ ഇപ്പുറം കൊണ്ടുവരിക. ഓക്കെ, 4 - 16 = ഇയാൾ അപ്പുറം പോകുമ്പം +12c ആവും. ഇത് -12 = 12c എന്ന് വന്നു. സി എന്താ പറയുക, -12/12 എന്ന് പറയുമ്പം c = -1. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഓപ്ഷൻ സി. റൈറ്റ് ആൻസർ അല്ലേ മക്കളെ വരിക. ഓക്കെ അല്ലേ. ഇനി അടുത്ത കാര്യം മിസ് 1 more ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞുതരാം, 1 more നോട്ട് പറഞ്ഞുതരാം. അതായത് ഇറേഷണൽ റൂട്ട്സ് വരുവാണ്. അതായത് ഇറേഷണൽ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കേഴ്സ് ഇൻ കോൺജുഗേറ്റ് പെയർ. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് മക്കളെ, ഒരു റൂട്ട് ആൽഫ + √β ആണെങ്കിൽ രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ആൽഫ - √β ആയിരിക്കും. അതായത് ഇറേഷണൽ ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ, ഇതുപോലെ റൂട്ടൊക്കെ വരുന്ന റൂട്ടുകൾ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ എന്താ മക്കളെ, 3 + √3 വരുവാണ്. അപ്പം 3 - √3 എന്തായിരിക്കും, അതിന്റെ രണ്ടാമത്തെ റൂട്ടായിരിക്കും. ഇനി 5 + √3 വരുവാണെങ്കിൽ 5 - √3 ആയിരിക്കും അടുത്ത രണ്ടാമത്തെ റൂട്ട്. അതായത് കോൺജുഗേറ്റ് പെയേഴ്സിന്റെ ഫോർമുല ആയിരിക്കും എന്തുണ്ടാവുക, ഇറേഷണൽ ആയിട്ടുള്ള റൂട്ട്സുകൾ അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. ആൽഫ + √β ഒരു റൂട്ടാണെങ്കിൽ ആൽഫ - √β എന്തായിരിക്കും, ഓൾസോ ഇതിന്റെ റൂട്ടായിരിക്കും. കോൺജുഗേറ്റ് പെയേഴ്സ് പറയുമ്പോൾ എന്താ മക്കളെ, ഇതിന്റെ സൈന് പ്ലസ് ഇവിടെ മൈനസ് ആവും എന്നുള്ള കാര്യം മാത്രം ഒന്ന് ആലോചിക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിച്ച് ഈസ് നാച്ചുറൽ ഓഫ് റൂട്ട്സിലേക്ക് പറയുമ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ പഠിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കോൺസെപ്റ്റ് മാത്രമാണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് വേറെയും കുറേ ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. ഒരുപാട് ചെയ്ത് പഠിക്കുകയും ചെയ്യണം ക്വസ്റ്റ്യൻസ്. നമ്മൾ സെപ്പറേറ്റ് ലൈവ് പോകുന്നത് അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ നാച്ചുറൽ ഓഫ് റൂട്ട്സ് പറയുമ്പോൾ എന്താണ്, 3 കണ്ടീഷൻസ് വെച്ച് പറഞ്ഞു തരാം. നിങ്ങൾ ഇതൊക്കെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി. അതായത് b² - 4ac പറയുന്ന ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന ആൾ ഡിപ്പെൻഡ് ചെയ്യും ഈ കാണുന്ന റൂട്ട്സിന്റെ നാച്ചുറൽ. ഈ b² - 4ac എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ >0 ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെയാ വരിക, നിങ്ങൾ ആലോചിക്കുക. ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും, അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ്. എന്തായാലും എന്ത് ചെയ്യും, അത് എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ മക്കളെ കൂട്ടിമുട്ടുന്നുണ്ടാവും. അതായത് എന്താണ്, 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും ആ കേസിൽ ഉണ്ടായിരിക്കുക. എന്നാൽ ഈ b² - 4ac വാല്യൂ 0 ആണ്, ഡിസ്ക്രിമിനന്റ് 0 ആണെങ്കിലോ നമുക്ക് നോക്കിക്കേ, എക്സ് ആക്സിൽ മക്കളെ ഒരു പോയിന്റിൽ മാത്രമാണ് ഗ്രാഫ് കൂട്ടിമുട്ടുന്നുണ്ടാവുക. അതായത് 2 ഈക്വൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള റൂട്ട്സുകൾ മാത്രമാണ് അവിടെ ഫോം ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി ഇതൊന്നും അല്ലാതെ ഡിസ്ക്രിമിനന്റ് വാല്യൂ b² - 4ac അല്ലെങ്കിൽ d എന്താണ് <0 ആണെങ്കിൽ ഗ്രാഫ് ഇതാ എയറിലാണ് നിൽക്കണേ അല്ലേ. അതായത് എക്സ് ആക്സിൽ എവിടെയും എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. അതിന്റെ മീനിങ് എന്താണ്, എക്സ് ആക്സിൽ എവിടെയും കൂട്ടിമുട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോ റിയൽ റൂട്ട്സ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. റിയൽ ആയിട്ടുള്ള റൂട്ട്സുകൾ ഇല്ല, കോംപ്ലക്സ് റൂട്ടുകൾ ഉണ്ടാവാം, പക്ഷെ മക്കൾ എന്ത് ചെയ്യണ്ട, അതിലേക്ക് പോവേണ്ട, റിയൽ റൂട്ട്സ് ഇല്ല എന്ന് മാത്രം പഠിച്ചാൽ മതി.
അപ്പോൾ ഡിയുടെ വാല്യൂ 0 കൂടുതലാണെങ്കിൽ വിൽ ഇൻ്റർസെക്റ്റ് എക്സ് ആക്സിസ് അറ്റ് 2 പോയിന്റ്സ് മക്കൾ കണ്ടായിരുന്നു. പിന്നെ ഈക്വൽ ടു 0 ആണെങ്കിൽ വിൽ ഇൻ്റർസെക്റ്റ് എക്സ് ആക്സിസ് അറ്റ് 1 പോയിന്റ്, അതും കണ്ടായിരുന്നു. ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ വിൽ നോട്ട് ഇൻ്റർസെക്റ്റ് എക്സ് ആക്സിസ്, അതും നമ്മൾ കണ്ടു. ഇപ്പം ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അടുത്ത കാര്യം എന്താ? ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1, ഇതാണ് എൻ്റെ ഇക്വേഷൻ കേട്ടോ. ഇതിൽ എന്ത് റൂട്ട്സാണ് ഉള്ളത്? നാച്ചുറൽ ഓഫ് റൂട്ട്സ് എന്താണ് ആ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട കാര്യം സ്റ്റാൻഡേർഡ് ഫോം ഇതല്ലേടാ, അത് നമുക്കറിയാലോ. ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കും നിങ്ങൾ ആദ്യം. ബി എന്താ ഇവിടെ? 1, എക്സിൻ്റെ കോഫിഷ്യൻ. എ എന്താ? എക്സ് സ്ക്വയർ കോഫിഷ്യൻ്റ് 1. സി എന്താ? അതും 1. അപ്പോൾ എല്ലാം 1 ആണല്ലോ. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac പറയുമ്പം 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു A1 C1. സോ 1 മൈനസ് 4 എത്രയാടാ? -3 ആണ്. -3 പറയുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 0 ആണ്. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം ദർ ഇസ് നോ റിയൽ റൂട്ട്സ്. അപ്പം ദേ ആർ നോട്ട് റിയൽ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇത്രയും മനസ്സിലാക്കുക. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കൊരു ബോണസ് കാര്യം പറയാം. NCERT ബുക്കിലൊന്നും കാണാത്ത, പക്ഷെ നമ്മൾ പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു പ്രീവിയസ് ക്വസ്റ്റിൽ വന്നിരിക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താണ്? എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? റേഷണൽ റൂട്ടിന്റെ കാര്യമാണ്. ഇത് എവിടെയും പറയുന്നില്ല, പക്ഷെ ചോദ്യം വന്നിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി നോക്കണേ. അതായത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഇതിന് എപ്പോഴാണ് റേഷണൽ ആയിട്ടുള്ള റൂട്ട്സുകൾ ഉണ്ടായിരിക്കുക? റേഷണൽ റൂട്ട്സ് എപ്പോഴാണ് ഉണ്ടായിരിക്കുക? മനസ്സിലാക്കണം. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്ന ആളില്ലേ, ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ആള് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നത് എപ്പോഴാണോ മക്കളെ, അപ്പം മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക? റേഷണൽ ആയിട്ടുള്ള റൂട്ട്സുകൾ ഫോം ചെയ്യാം. ഇത് പഠിക്കണം. വേറെ എവിടെയും കാണില്ല. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഗൈഡ് കാണുമായിരിക്കും, വേറെ എവിടെയും കാണില്ല. നമ്മുടെ സൈലം ഗൈഡിൽ കാണുമായിരിക്കും. സോ വേറെ നോക്കുന്ന സമയത്ത് ക്വസ്റ്റിലേക്ക് വരാം. ദ ലീസ്റ്റ് പോസിറ്റീവ്, ഇത് വേസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. ദ ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് കെ ആണ്. കെക്ക് വരാൻ പറ്റിയ ഏറ്റവും ചെറിയ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഏതാണ് അല്ലെ ക്വസ്റ്റ്യൻ. ഫോർ വിച്ച് ദ ഇക്വേഷൻ 2x² പ്ലസ് kx മൈനസ് 4 ഈക്വൽ ടു 0 ഹാസ് എന്താണ്? റേഷണൽ റൂട്ട്. ഇതിന് റേഷണൽ റൂട്ട് ആണെങ്കിൽ ഇതിൻ്റെ കെയുടെ വാല്യൂ എന്തായിരിക്കും? കെയുടെ വാല്യൂ എത്ര വരുമ്പോഴാണ് ഇതിന് റേഷണൽ റൂട്ട് ഉണ്ടാവുന്നത്? 2023 ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ മിസ് പറഞ്ഞത്? ബി സ്ക്വയർ മൈനസ് 4ac പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അതല്ലേ നോക്കേണ്ടത്. ബി സ്ക്വയർ മൈനസ് 4ac മക്കൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇവിടെ ബി പറയുമ്പം എക്സിൻ്റെ കോഫിഷ്യൻ കെ ആണ്, ആൻഡ് എ പറയുമ്പം എക്സിൻ്റെ കോഫിഷ്യൻ എക്സ് സ്ക്വയർ കോഫിഷ്യൻ 2 ആണ്, സി പറയുമ്പം -4 ആണ്. സോ ബി സ്ക്വയർ മൈനസ് 4ac പറയുമ്പം കെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു -4 ആണ്. അപ്പോൾ കെ സ്ക്വയർ പ്ലസ് 32 എന്ന് വരും. ഓക്കെ, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഓപ്ഷനിൽ കാണുന്ന ABCD എന്ന് പറയുന്ന ഇത്രയും വാല്യൂസിൽ കെക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറുക? 32ൻ്റെ അടുത്തുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പം അത് ആരാ മക്കളെ? ശരിക്ക് 36 ആണ് അല്ലേ? 36 അല്ലേ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയറിലെ 36. സോ 32ൻ്റെ കൂടെ ശരിക്കും എനിക്ക് 4 കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ 36 കിട്ടുള്ളൂ. അപ്പം കെയുടെ വാല്യൂ എന്താവണം? 2 ആവണം. 2 സ്ക്വയർ 4 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ പരിശോധിക്കാം. ഈ കാണുന്നതിൽ കേക്ക് പകരം ഞാൻ കൊണ്ടുപോയിട്ട് 2√2 കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക? 32 പ്ലസ് 2√2 നോക്കിക്കോങ്ങൾ വേണമെങ്കിൽ 2√2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 32 പറയുമ്പോൾ 2 സ്ക്വയർ 4, √2 സ്ക്വയർ എന്താ മക്കളെ? 2 ആണ്. പ്ലസ് 32 പറയുമ്പോൾ എന്താ വരിക? എനിക്ക് 40 വരിക. പെർഫെക്റ്റ് സ്ക്വയർ ആണോ 40? അല്ല. അപ്പോൾ ഓപ്ഷൻ എ വരില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ മനസ്സിലായി. ഇനി ഓപ്ഷൻ ഡി നോക്കുവാണെങ്കിൽ √2 സ്ക്വയർ ആണ്. അപ്പോൾ √2 സ്ക്വയർ പ്ലസ് 32 പറയുമ്പം 2 പ്ലസ് 32 പറയുമ്പോൾ 34 ആണ്. 34 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അപ്പോൾ ഇതും വരില്ല. അപ്പോൾ ഇതൊന്നും കെയുടെ വാല്യൂ അല്ല. പിന്നെ ഡൗട്ട് വരെ എന്താണ്? പ്ലസ് ഓർ -2 കാണുന്നുണ്ട്, 2 കാണുന്നുണ്ട്. കേക്ക് -2 കൊടുക്കുവാണെങ്കിൽ -2 സ്ക്വയർ അത് 4 പ്ലസ് 32 36 ആണ്. കേക്ക് 2 കൊടുക്കുവാണെങ്കിലും ഇതേപോലെ 36 കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഓപ്ഷൻ സി അല്ലേ ശരി ഉത്തരം എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് കേക്ക് വരാൻ പറ്റിയ ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ എന്ന് പ്രത്യേകം പറയുന്നില്ലേ? അപ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ എന്തായാലും വരില്ലല്ലോടാ. ഇല്ലല്ലോ. സോ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള 2 മാത്രമേ വരുള്ളൂ. സോ ഓപ്ഷൻ ബി ആയിരിക്കും എന്ത്? റൈറ്റ് ആൻസർ. നല്ലോണം മനസ്സിലാക്കിയിട്ട് മാത്രം എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുക കേട്ടോ. ചെയ്യുക. ഓക്കെ അല്ലേ? ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കോൺസെപ്റ്റ് റിവിഷൻ മക്കളെ. ഇത് മാത്രം കണ്ടുപോകരുത്. ഇത് കോൺസെപ്റ്റും കുറച്ച് എക്സാമ്പിൾസും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്.
സോ ഇതാദ്യം മനസ്സിലാക്കി പഠിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സെപ്പറേറ്റ് ലൈവുകൾ വരും, നല്ലോണം പഠിക്കുക, ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് സെറ്റാക്കി എടുക്കുക. ഓക്കെ, എന്ത് ചെയ്യാം, മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനുമായിട്ട് വീണ്ടും കാണണം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. അതേപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പഠിച്ചെങ്കിലും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.